അംശി മുംബൈയുടെ സംഗീത സാന്ദ്രമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാറും പ്രീത കണ്ണനും വിധികർത്താക്കളായ മെലഡി റൗണ്ടിൽ പ്രായഭേദമന്യേ 18 ഗായകരാണ് മത്സരാർത്ഥികളായി എത്തുന്നത്. അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ ഗാനം ആലപിക്കാൻ എത്തുന്നു ഐശ്വര്യ. ഐശ്വര്യ, മെലഡി റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യോർ ജോണർ, യോർ സ്ട്രെങ്ത് ആണോ? അതെ, മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടാനാണ് കൂടുതൽ കംഫർട്ടബിൾ. ഓക്കെ, അപ്പൊ നാടൻ പാട്ടിലത്തെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നാടൻ പാട്ട് പാടുന്നതും പെർഫോമൻസിന് ഒരിക്കലും ചെയ്തിട്ടില്ല. ഓക്കെ, ശരി. അപ്പൊ ഇതെന്തായാലും എനിക്ക് തോന്നുന്നു ഐശ്വര്യക്ക് ഒരു പ്ലസ്, ഐശ്വര്യയുടെ പ്ലസ് കാണിക്കാൻ പറ്റിയ ഒരു റൗണ്ട് ആണല്ലേ മെലഡി റൗണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഏത് പാട്ടാ പാടുന്നത്? ദ്വാരകേ ദ്വാരകേ. ഓക്കെ, ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ എന്തായാലും നന്നായി പാടാൻ സാധിക്കട്ടെ. എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. ഉദ്ദേശിച്ച പോലെയൊക്കെ നന്നായി പാടാൻ സാധിച്ചു. ചില സ്ഥലത്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയി എന്നുള്ളത് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് നിന്ന് അറിയാം. പ്രീത മാം. ഐശ്വര്യ, നല്ല പവർഫുൾ വോയിസ് ആണ്. താങ്ക് യു. എവിടെയൊക്കെയോ മോളെ അത് ഈ പാട്ട് നല്ല ഓപ്പൺ ത്രോട്ടിൽ സുശീലാമ്മ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. വല്ലാണ്ട് ഒതുക്കിയില്ലേ ചില സ്ഥലങ്ങളിൽ? പ്രേമം യതുകോ
അതൊക്കെ നല്ല നല്ല ശക്തിയിൽ വരണം. പിന്നെ മീരാ നല്ല ഓപ്പൺ ത്രോട്ടിൽ വരണം. അങ്ങനെ വന്നില്ല. വേറെ നല്ല ഒരു വിശ്വാസക്കുറവ് എനിക്ക് തോന്നി. എന്തോ ഒരു പേടി ഇല്ലേ? അതിൻ്റെ ആവശ്യമില്ല. നല്ല ശബ്ദമാണ് ദൈവം തന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഈ പേടിയൊക്കെ കളഞ്ഞ് ഗംഭീരമായിട്ട് പാടുക. ഓക്കെ, താങ്ക് യു മാം. ശ്രീകുമാർ സർ. ഐശ്വര്യ, എനിക്ക് പല്ലവി അസലായിട്ട് പാടി. അപ്പൊ ലാസ്റ്റ് എൻഡിലെ ദ്വാരകെ എവിടെയൊക്കെ ശ്രുതി ലേശം പെട്ടെന്നൊരു കോൺസെൻട്രേഷൻ, ടോട്ടൽ നല്ല എഫക്റ്റ് ആയിരുന്നു. ഒരു ആയി പറഞ്ഞാലും ഒതുക്കി പാടുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്നുള്ളേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ ഓവറോൾ നല്ല കമൻസ് തന്നെയാണ്. കമൻസ് കേട്ടിട്ട് ഒരു കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്തായാലും മാർക്സ് അറിയാം. ശ്രീകുമാർ സർ 42. താങ്ക് യു. മാം 42. ഐശ്വര്യ 84 out of 100 is your total. അപ്പോൾ സാറ്റിസ്ഫാക്ടറി മാർക്സ് ആണെന്ന് തോന്നണോ? നോട്ട് സോ ബാഡ് അല്ലേ? അപ്പോൾ എന്തായാലും വരുന്ന റൗണ്ട്സിൽ ഇതിലും നന്നായി പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. ശബരിമല മകരവിളക്കിന്റെ നിറവിൽ 2 മാസത്തെ തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിക്കുമ്പോൾ മുംബൈയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന അയ്യപ്പ പൂജകൾ ഇതര ഭാഷക്കാരടക്കം ലക്ഷക്കണക്കിന് ഭക്തർക്കാണ് സായുജ്യം നൽകിയത്. ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായണത്തിലേക്കുള്ള കടന്നുവരവിന് മുംബൈ നഗരവും ഒരുങ്ങി. മകര നക്ഷത്ര ഉദയത്തിനു വേണ്ടി അയ്യപ്പ ഭക്തർ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. മുംബൈയുടെ വിവിധ പ്രദേശങ്ങളിൽ വൈവിധ്യവും പരമ്പരാഗതവും ഭക്തി നിർഭരവുമായ മണ്ഡലപൂജ മഹോത്സവങ്ങൾ നടന്നു. 5000-ന് മുകളിൽ പബ്ലിക് പൊതുജനങ്ങളും പങ്കാളിത്തം ഉള്ള ഒരു അയ്യപ്പ പൂജയാണിത്. ഇതുകൂടാതെ 25-ാം തീയതി അന്നദാനമുണ്ട്. വളരെ വിപുലമായ അന്നദാനം. ഘോഷയാത്രകളെ കൊണ്ടും ശൃംഗാരിമേളം, പഞ്ചവാദ്യം, പാണ്ടിമേളം തുടങ്ങിയവ കൊണ്ടും ആഘോഷങ്ങൾക്ക് കൊഴുപ്പുകൂട്ടി. ഇവിടെ എല്ലാ കൊല്ലവും ഘോഷയാത്രയും താലപ്പൊലിയും എല്ലാം നടക്കുന്നുണ്ട്. ഇത് ഗൃഹാതുരതയുടെ ഉത്സവങ്ങളാക്കി മാറ്റി അയ്യപ്പ പൂജകൾ നഗരത്തെ ഭക്തി നിർഭരതയുടെ ആഘോഷങ്ങളാക്കി ഈ മണ്ഡലകാലം. എല്ലാ വർഷവും 40 പേരോളം ശബരിമലയ്ക്ക് സ്വാമിമാരി ഞങ്ങളെല്ലാം പോകുന്നുണ്ട്. 35 വർഷത്തെ പൂജകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം പ്രതിഷ്ഠ കഴിഞ്ഞിട്ടും മുംബൈ കാണുന്ന അയ്യപ്പ പൂജകളിൽ മതനിരപേക്ഷതയുടെ വർണ്ണത്തുടിപ്പുകൾ നിലനിർത്തുന്നു എന്നത് കേരളീയരായ നമുക്ക് അഭിമാനിക്കാം. ഏറ്റവും സ്നേഹത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണല്ലോ ഇന്ന്. അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും മംഗളങ്ങൾ. വർഷത്തേക്കാളും വളരെ ഭംഗിയായിട്ട് നടത്തുന്ന ഈ ശോഭയാത്രയ്ക്ക് സെന്റ് ജോർജ് ചർച്ചിന്റെ വകയുള്ള എല്ലാവിധ ഏറ്റവും മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും മകുട ഉദാഹരണമാണിത്. എല്ലാ വർഷവും ഇതുപോലെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താലമെടുപ്പും താലപ്പൊലിയും എല്ലാ അയ്യപ്പ പൂജകളിലും സ്ത്രീ സാന്നിധ്യം കൊണ്ട് നിറവേകിയിരുന്നു. കലാമണ്ഡലം ഈശ്വരനുണ്ണിയും സംഘവും അവതരിപ്പിച്ച മിഴാവിൽ തായമ്പക കാണികൾക്ക് നവ്യാനുഭവമായി. കഥകളി, ഓട്ടംതുള്ളൽ തുടങ്ങിയ ദൃശ്യചാരുത ഉണർത്തുന്ന ക്ഷേത്രകലകളും അയ്യപ്പ പൂജകൾക്ക് കൊഴുപ്പേകുന്നതായിരുന്നു. ഇതര ഭാഷാ വിഭാഗക്കാരും ഈ ഉത്സവമേളകളിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നതും പ്രത്യേകതയാണ്.
മലയാളിക്ക് പ്രിയപ്പെട്ട വെടിക്കെട്ടുകൾ ഉത്സവ സമാപ്തി കുറിക്കുന്നത് എല്ലാ അയ്യപ്പ പൂജകളിലും ദൃശ്യമായിരുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഖസാക്കിനായി മുംബൈയിൽ വേദിയൊരുങ്ങുന്നു. പതിവ് സ്റ്റേജ് സങ്കല്പങ്ങളെ പൊളിച്ചെഴുതി നൂതനാവിഷ്കാരവുമായി അരങ്ങേറുന്ന ഖസാക്കിന്റെ ഇതിഹാസം നഗരത്തിലെ നാടകപ്രേമികൾക്ക് പുത്തൻ ഉണർവാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഖസാക്കിനെ മുംബൈയിൽ ഇതിഹാസമാക്കി സീവുഡ് മൈതാനത്തെത്തിയത് നൂറുകണക്കിന് പ്രേക്ഷകർ. സഞ്ജന കപൂർ, പാർവതി ഓമനക്കുട്ടൻ തുടങ്ങിയ പ്രശസ്തരും ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ആദ്യ പ്രദർശനം കാണാനെത്തിയത് നഗരത്തിലെ നാടക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി. നാടക പ്രദർശനത്തിന് മുമ്പ് സഞ്ജന കപൂർ OV വിജയന്റെ അപൂർവ ചിത്രങ്ങളുടെ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും നാടകത്തിനോടനുബന്ധിച്ച് ദൃശ്യപ്രവർത്തകർ രൂപപ്പെടുത്തിയ സോവനീറിന്റെ പ്രകാശനം നാടകത്തിന് വേണ്ടി ആൾക്കാർ വീട് വിട്ടിറങ്ങി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഭവം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പ്രശസ്ത എഴുത്തുകാരൻ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന വിഖ്യാതമായ നോവലിന്റെ നാടകാവിഷ്കാരം ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് പ്രത്യേക പരിഗണനയോടെ മുംബൈയിൽ അരങ്ങേറുന്നത്. നവംബർ മാസത്തിൽ നാടകം കളിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അത് പിന്നീട് മറികടക്കുകയും അങ്ങനെ ഈ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ദീപൻ ശിവരാമൻ ഒരുക്കുന്ന നാടകത്തിനായി കൂറ്റൻ വേദിയാണ് സീവുഡ് ടെൻഡൽ മൈതാനത്ത് ഒരുങ്ങുന്നത്. ചുറ്റും ഗാലറികൾ തീർത്ത് അതിന്റെ നടുത്തളത്തിൽ അരങ്ങേറുന്ന നാടകാവതരണം നഗരവാസികൾക്ക് നൂതനാനുഭവമായിരിക്കും. സുഗമമായ കാഴ്ചയൊരുക്കി ഇരുപുറവും ഉയർത്തിക്കെട്ടിയ ഇരിപ്പിടങ്ങൾ, ഭാഷയുടെ പരിമിതി മറികടക്കാൻ സ്ക്രീനിൽ തെളിയുന്ന സബ് ടൈറ്റിലുകൾ, ത്രിമാന സ്വഭാവമുള്ള കാഴ്ചകൾ എന്നിവയും ഖസാക്കിന്റെ അവതരണം വ്യത്യസ്തമാക്കുന്നു. ഏറെക്കാലത്തെ ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ഖസാക്കിന്റെ സാക്ഷാത്കാരത്തിൽ സംതൃപ്തരാണ് സംഘാടകർ. ഖസാക്കിന്റെ ഇതിഹാസം ഇവിടെ ഈ നാടക വർഷത്തിലെത്തിക്കുകയും ഇതിവിടുത്തെ നാടകത്തിന് ഒരു വലിയ ഉണർവ് സൃഷ്ടിക്കുകയും ചെയ്യാൻ പറ്റുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അന്ന് മറ്റൊരു ചിന്തകളും ഇതിന് നമുക്ക് ഗൈഡിങ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു നാടകത്തിന്റെ കലയുടെ ഹിസ്റ്ററിയിൽ ഇതൊരു വലിയ നാഴികക്കല്ലായിരിക്കും. മലങ്കര മാർത്തോമ സഭ മുംബൈ ഭദ്രാസന കൺവെൻഷൻ മുംബൈയിൽ തുടക്കമായി. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോം വലിയ മെത്രാപ്പോലീത്തയുടെ ജന്മശതാബ്ദി ആഘോഷവും സമ്മേളനവും മാർത്തോമ സഭ മുംബൈ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ വാഷി സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ നടത്തും. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യ അതിഥിയായിരിക്കും. പൗരോഹിത്യ ജീവിതത്തിന്റെ 60 വർഷം പിന്നിട്ട ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്തയെയും ചടങ്ങിൽ ആദരിക്കും. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോം മെത്രാപ്പോലീത്ത, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, മന്ത്രി ഏക്നാഥ് ഷിൻഡെ, കർദിനാൾ ഒസ്വാളഡ് ഗ്രേഷ്യസ്, ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ്, തോമസ് മാർ അന്തോണിയോസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഭദ്രാസനത്തിന്റെ മുംബൈ, നവി മുംബൈ, കല്യാൺ, പൂനെ, ഗോവ, ഗുജറാത്ത് സെന്ററുകളിൽ നിന്ന് വൈദികരും 3000-ലധികം വിശ്വാസികളും പങ്കെടുക്കുമെന്ന് മുംബൈ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് മുംബൈയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കഥകളി ആസ്വാദകരിൽ നൂതനാനുഭവം പകർന്ന് കോട്ടയ്ക്കൽ കേശവൻ. ഡോംബിവിലി കലാക്ഷേത്രത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കഥകളി അഭിനയവും ആംഗിക പ്രത്യേകതകളും ചുഴുപ്പുകളും എല്ലാം കുട്ടികളിൽ സോദാഹരണ ക്ലാസോടെ കേശവൻ കുണ്ടലായർ അവതരിപ്പിച്ചു. നവരസങ്ങളും ആംഗികം എങ്ങനെ കഥ പറയുന്നു എന്ന അഭിനയത്തികവോടെ അവതരിപ്പിച്ചു. ഗുരുകുല സമ്പ്രദായത്തിന്റെ കുഞ്ചുനായർ ശൈലിയുടെ നേർക്കാഴ്ചയാണ് കോട്ടയ്ക്കൽ കേശവൻ കുണ്ടലായരുടെ ശൈലി. അറിവിന്റെ ഉൾക്കാഴ്ചയുടെ സ്ഫുരണങ്ങൾ ആസ്വാദകരിലേക്ക് പകർന്നാടുന്നു.
കാലിൻ്റെ വക്കൊണ്ട് ചവിട്ടണം, മുദ്രയിരുന്ന സ്ഥാനത്ത് പിടിക്കണം, കണ്ണ് മിഴിക്കണം, അപ്പോൾ അത് അങ്ങനെ വരുന്ന സമയത്ത് അത് ചിട്ടപ്രധാനമായിട്ടുള്ള വേഷങ്ങൾക്കായിരിക്കും കൂടുതൽ ഇതിന് സാധ്യത ഉണ്ടാവുക തോന്നിയിട്ടാവും. പിന്നെ അത്യുദ്ധാനം ചെയ്താലേ വല്ലത് ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്കും നേരത്തെ തന്നെ ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ഗുരുനാഥൻ പറഞ്ഞത് നമ്മൾ ശിഷ്യന്മാർ കൂടുതൽ ഗ്രഹിക്കുക, അപ്പോൾ വേണമെന്നുള്ളൊരു തോന്നലാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അഭ്യാസബലവും ആത്മാർത്ഥതയും മികവിന്റെ തെളിവായ ആട്ടവട്ടങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. എല്ലാതരം വേഷങ്ങളും കെട്ടിയാടാൻ കഴിയുന്നു എന്നതും ഇദ്ദേഹത്തിന്റെ കഥകളി എന്ന കലാരൂപത്തിന് അനുഗുണമാക്കുന്നു. കൃഷ്ണന്റെ വേഷത്തിൽ കൂടിയാണ് ഞാൻ കഥകളിയിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയത്. ആ കാലത്ത് സ്ത്രീ വേഷങ്ങളും ധാരാളം കെട്ടിയിരുന്നു. കുട്ടിത്തരങ്ങളെ വേഷങ്ങൾ, ചെറിയ ചെറിയ വലിയ വലിയ വേഷങ്ങൾ, ചെറിയ ചെറിയ പദങ്ങളുള്ള നായിക വേഷങ്ങൾ. പിന്നീട് ഒരവസരം വന്നപ്പോഴാണ് എനിക്ക് ആദ്യവസാനങ്ങളും നമ്മുടെ മീതിലുള്ള ആൾക്കാർ പോകുന്ന സമയത്താണ് നമുക്ക് ആദ്യവസാന വേഷങ്ങളും കത്തി വേഷങ്ങളൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സോപാനത്തിൻ്റെയും ഡോംബിവിലി കലാക്ഷേത്രത്തിൻ്റെയും വാർഷികോത്സവത്തോടനുബന്ധിച്ച് മുംബൈയിലെ വിവിധ വേദികളിൽ കഥകളി അരങ്ങേറി. കലാമണ്ഡലം എം ഗോപാലകൃഷ്ണനും കലാമണ്ഡലം ഗിരീശനും പാരമ്പര്യത്തെ പരിപൂർണമായും നിലനിർത്തിയുള്ള സംഗീതമാണ് കഥകളിയിൽ തുടർന്നത്. അവർ അംഗീകരിച്ച് ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗുണമായിട്ടുള്ള കാര്യമാണെന്നുള്ളതും, അതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്നും കൊണ്ട് ഒരു ചർച്ച വേണമെന്നും അദ്ദേഹത്തിൻ്റെ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നോ അതൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ക്രിക്കറ്റിൽ മികവ് തെളിയിച്ച് കേരള ടീമിന് മുംബൈയിൽ ചരിത്ര വിജയം. ഇതാദ്യമായാണ് കേരളത്തിൽ നിന്നുള്ള ടീം ക്രിക്കറ്റിന്റെ സ്വന്തം നഗരത്തിൽ ആധിപത്യം ചെലുത്തുന്നത്. മുഖ്യധാര ക്രിക്കറ്റ് മത്സരത്തിൽ കേരളത്തിൽ നിന്നെത്തിയ SBT ആദ്യ വിജയം നേടി. ഒരു 8 years എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ടൈമാണ് ക്വാർട്ടർ ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ എല്ലാ ബിഗ് ടീംസും കളിക്കുന്ന ഒരു മേജർ ടൂർണമെൻ്റാണ്. വേണമെങ്കിൽ പറയാം, നമുക്കൊരു IPL-ന് മുന്നോടിയായിട്ടുള്ള ഒരു വാം അപ്പ് മാച്ചസ്. ഇതാദ്യമായാണ് നഗരത്തിൽ മലയാളി ആധിപത്യം ക്രിക്കറ്റിൽ നേടുന്നത്. അത്യാവശ്യം എല്ലാം ടോപ്പ് ടീംസ് ഇതിനു മുമ്പ് ക്വാളിഫൈ ചെയ്ത് സെമിയും ഫൈനലും കളിച്ച ടീമുകളായിരുന്നു. അവരുടെ ഒപ്പം കമ്പീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ തന്നെ ക്വാർട്ടർ ഫൈനലിൽ എത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ടീം വർക്കായിരുന്നു. DY പാട്ടീൽ 2020 മത്സരത്തിലാണ് SBT ONGCയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചത്. റെയ്ഫി വിൻസെന്റ് ഗോമസിന്റെ മികവിലാണ് ആദ്യ മത്സരം വിജയം കണ്ടത്. നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസം കൊണ്ട്, കാരണം ഞങ്ങൾക്ക് അതിവിടെ ഇപ്പം തീർച്ചയായിട്ടും അത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ടീമിന്റെ കോൺഫിഡൻസ്. ഇന്ത്യൻ A ടീമിന്റെ കളിക്കു ശേഷം വിശ്രമത്തിലായ സഞ്ജു സാംസൺ കളിക്കാർക്ക് പ്രചോദനമായി ഗാലറിയിൽ ഉണ്ടായിരുന്നു. ധോനിഭായിയുടെ അണ്ടറിൽ ക്യാപ്റ്റൻസിയുടെ കളിക്കാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെ പുള്ളിയുടെ കൂടെ ബാറ്റ് ചെയ്യാൻ പോയിരുന്നു, പക്ഷേ ബാറ്റ് ചെയ്യാൻ അത്ര നന്നായിട്ട് സക്സസ് ഉണ്ടായില്ലെങ്കിലും പിന്നെ ഫീൽഡിങ്ങിൽ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് മാക്സിമം ടീമിന് വേണ്ടി കൊടുക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ ഒരു ക്യാച്ച് കിട്ടിയിരുന്നു. അപ്പോൾ നല്ലപോലെ ഫീൽഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. കേരള ടീമിൽ അംഗമായതിന്റെ സന്തോഷവും സഞ്ജു പങ്കിട്ടു. കേരള ടീം ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമാറ്റാണ് T20 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ടീമിൽ കിട്ടിയാലും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എലിക്സർ കരുണാലയ ട്രസ്റ്റും കൈരളി ടിവിയും ചേർന്നൊരുക്കുന്ന സലാം മുംബൈക്കായി മുംബൈയിൽ വേദിയൊരുങ്ങി. മെഗാസ്റ്റാർ മമ്മൂട്ടി നഗരത്തിൽ. മെഗാസ്റ്റാർ മമ്മൂട്ടി, കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബട്ടാസ്, കൂടാതെ ബോളിവുഡ്, മലയാള സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തരും ജനുവരി 15-ന് ഷൺമുഖാനന്ദ ഹാളിൽ വെച്ച് നടക്കുന്ന താരനിശയിൽ പങ്കെടുക്കും. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായ എലിക്സർ കരുണാലയയുടെ ഈ വർഷത്തെ സഹായ വിതരണങ്ങളും ചടങ്ങിൽ നടക്കും. നിരാശ്രയരും നിരാലംബരുമായവരെ സഹായിച്ചു വരുന്ന ട്രസ്റ്റിന്റെ ഭാഗമാകാൻ സുമനസ്സുകൾക്ക് അവസരമൊരുക്കുന്ന വേദി കൂടിയാവും സലാം മുംബൈ എന്ന സംഘടനയുടെ ചെയർമാൻ ഡോക്ടർ റോയ് ജോൺ മാത്യു പറഞ്ഞു. ഈ ആനുവൽ പ്രോഗ്രാമിന് ട്രസ്റ്റ് അൺസങ് ഹീറോസ് എന്ന് പറഞ്ഞ് ആർമിയിലുള്ളവർക്ക് പ്രയാസമുള്ളവർക്ക്, മഹാരാഷ്ട്രയിൽ നിന്ന് പ്രയാസമുള്ളവരെ സഹായിക്കാനായിട്ട് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്ന് എല്ലാ വർഷവും ചെയ്യാറുള്ളതായ ക്യാൻസർ പേഷ്യൻറ്റിനും ഹാർട്ട് പേഷ്യൻറ്റിനുമുള്ള സഹായ വിതരണങ്ങൾ നടക്കുന്നുണ്ട്. പ്രശസ്ത ബോളിവുഡ് താരം ഇഷ തൽവാറും സംഘവും നയിക്കുന്ന സിനിമാറ്റിക് ഡാൻസിൽ ബോളിവുഡ്, മോളിവുഡ് രംഗത്തെ നർത്തകർ അണിനിരക്കും. നർത്തകിയും നടിയുമായ ഉത്തര ഉണ്ണിയുടെ നൃത്തപരിപാടികളും ഉണ്ടായിരിക്കും. റിമി ടോമി, അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും ഹാസ്യതാരങ്ങളായ ടെനി ടോം, നെൽസൺ, സുരഭി എന്നിവർ നയിക്കുന്ന മിമിക്രിയും സലാം മുംബൈയുടെ വേദിയിൽ അരങ്ങേറും. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നൃത്ത, സംഗീത, ഹാസ്യ പരിപാടി കലയും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും ചേർന്നൊരുക്കുന്ന വിസ്മയ കാഴ്ചയായിരിക്കും. ഫാസ്റ്റസിയുടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ട്യൂൺ ഇൻ കൈരളി ആൻഡ് പീപ്പിൾ.